ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോസ് അക്കാഡമി. നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സീറ്റഡ് ഇംഗ്ലീഷിൽ വന്നിട്ടുള്ള റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. റിപ്പീറ്റഡ് ഏരിയാസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഞാൻ ഒരിക്കലും പറയുന്ന ഈ ചോദ്യങ്ങൾ ഇങ്ങനെ തന്നെ ആവർത്തിച്ചു എന്ന് നിങ്ങൾ മനസ്സിലാക്കരുത്. നമുക്ക് ചോദിക്കാനായിട്ട് ധാരാളം ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ ഇവർ ഫോക്കസ് ചെയ്യുന്ന കുറച്ച് ഏരിയാസ് എപ്പോഴും സിമിലർ ആയിരിക്കും. എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജും അതുപോലെ ഇംഗ്ലീഷ് പെഡഗോജിയൊക്കെ പറയുവാണെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ കുറേയൊക്കെ സിമിലർ ആയിരിക്കും. കാരണം നമ്മൾ പോകാൻ പോകുന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് ടീച്ചിങ് ആയത് കാരണം, ഹാൻഡിൽ ചെയ്യുന്നത് കുട്ടികളെ ആയത് കാരണം എങ്ങനെ പഠിപ്പിക്കാം, എന്തൊക്കെ മെത്തേഡ്സ് അഡോപ്റ്റ് ചെയ്യാം. അപ്പൊ പെഡഗോജികൾ ചോദിക്കുന്നത് എപ്പോഴും മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്ങിനെ കുറിച്ചും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസും അതേപോലെ കുറച്ച് കോംപ്രിഹെൻഷൻ ലെവൽ ക്വസ്റ്റ്യൻസുമാണ് എപ്പോഴും വന്ന് കാണാറ്. നമുക്ക് നോക്കാം. First question, which of the following is not a feature of grammar translation method of second language teaching? ഒരു സെക്കൻഡ് ലാംഗ്വേജ് പഠിപ്പിക്കുമ്പോൾ, സെക്കൻഡ് ലാംഗ്വേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ apart from our മദർ ടങ് അല്ലാതെ നമ്മൾ പഠിക്കുന്ന ലാംഗ്വേജ് ആണ് സെക്കൻഡ് ലാംഗ്വേജ്. അതിനകത്ത് നമ്മൾ ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫീച്ചർ അല്ലാതെ വരുന്നത് ഏതാണ്? Communicating directly in second language and then comparing the rules of the grammar of the language too. Focusing more on the form than the function of a language, comparing the grammatical rules of first and second language, learning and practicing the rules of grammar of the second language. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ട്രഡീഷണൽ ആയിട്ട് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടി ഓപ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ്. അത് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് റീഡിങ്ങിനും റൈറ്റിങ്ങിനും ഗ്രാമർ റൂൾസ് പഠിക്കാനും ട്രാൻസ്ലേഷനും ഒക്കെയാണ്, ആൻഡ് നോട്ട് ഫോർ ദി ഓറൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഡിറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ സെക്കൻഡ് ലാംഗ്വേജ്, അതിനുശേഷം ലേറ്റർ നമ്മൾ ഗ്രാമാറ്റിക്കൽ റൂൾസ് കമ്പയർ ചെയ്യുന്നു. ദിസ് ഐഡിയ ബിലോങ്സ് മോർ ടു ദ ഡിറക്റ്റ് മെത്തേഡ് ഓർ കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ആണ്. അവിടെ സ്പീക്കർ ഡയറക്ട്ലി ചിന്തിക്കുന്നതും സംസാരിക്കുന്നതും ടാർജറ്റ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജിലായിരിക്കും. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ഡസ് നോട്ട് പ്രൊമോട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇൻ ദ സെക്കൻഡ് ലാംഗ്വേജ്. ഓക്കെ, അതായത് സെക്കൻഡ് ലാംഗ്വേജിൽ നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഡയറക്റ്റ് മെത്തേഡാണ്. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ലാംഗ്വേജിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ലാംഗ്വേജിലേക്ക് മൂവ് ചെയ്യുന്നത്. ഡയറക്ട്ലി അങ്ങനെ നോക്കാറില്ല. സോ ദ ഓപ്ഷൻ 1 is the right answer. Which of the following is linguistically incorrect about languages and dialects? ലാംഗ്വേജുകളെയും ഡയലക്റ്റിനെയും സംബന്ധിച്ച് ലിംഗ്വിസ്റ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാണ്? From a linguistic perspective, there is no strict or no scientific criterion that clearly distinguish what is a language and what is a dialect. Dialect എന്ന് നിങ്ങൾക്കറിയാം, dialect is a regional variety of a language ആണ്. അത് കൾച്ചറൽ, ഹിസ്റ്റോറിക്കൽ, സോഷ്യൽ, പൊളിറ്റിക്കൽ അങ്ങനെ എന്തൊക്കെയോ കാരണം കൊണ്ട് ലാംഗ്വേജിന്റെ ഒരു വെറൈറ്റി മാത്രമാണ് ഡയലക്റ്റ്. അല്ലാണ്ട് അവിടെ ഒരു ക്ലിയർ ആയിട്ട് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ഇന്ന കാര്യത്തിന് യു ഹാവ് ടു കോൾ എസ് എ ഡയലക്റ്റ് ആൻഡ് യു ഹാവ് ടു കോൾ ദിസ് എസ് എ ലാംഗ്വേജ്, അങ്ങനെയില്ല. രണ്ടും ഡിഫറെന്റ് ആണെന്ന് വെച്ചാൽ ആണ്, പക്ഷെ ഒരു ക്ലിയർ ഡിമാർക്കേഷൻ ഇല്ല. സോ ദർ ഇസ് നോ ക്ലിയർ വെൽ ഡിഫൈൻഡ് ലിംഗ്വിസ്റ്റിക് ഡിഫറൻസ് ബിറ്റ്വീൻ എ ലാംഗ്വേജ് ആൻഡ് എ ഡയലക്ട്. ലാംഗ്വേജ് ഇസ് ഓൾസോ ഡയലക്ട് ഈസ് ഓൾസോ എ ലാംഗ്വേജ്. ഡയലക്ട്, രജിസ്റ്റർ, ക്രയോള, പിജിന്, സ്ലാങ് എല്ലാം ഇറ്റ്സ് എ വെറൈറ്റി ഓഫ് എ ലാംഗ്വേജ്. Linguistic function such as intonation, tone, stress and rhythm are known as prosody. അതായത് നിങ്ങൾ ഈ ലിംഗ്വിസ്റ്റിക്സ് ലാംഗ്വേജ് പഠിക്കുന്ന ഈ ഒരു പെഡഗോജിയുടെ ഭാഗമായിട്ട് നിങ്ങൾ ലാംഗ്വേജിലെ കുറച്ച് കീ ടേംസ്, ബ്രാഞ്ചസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ നോക്കണം. അപ്പോൾ സെമാൻറ്റിക്സ്, സിൻടാക്സ്, മോർഫോളജി, ഫൊണോളജി അതൊക്കെ നോക്കണം. അതുപോലെ ഇവിടെ പറയുന്നുണ്ടെങ്കിൽ പോയത്തിന്റെ ഫംഗ്ഷൻ ആയിട്ടുള്ള ഇൻറ്റോണേഷൻ, ടോൺ, സ്ട്രെസ് ഒക്കെ എന്താണ് അറിയപ്പെടുന്നത്? പ്രോസഡി ആണ്. കാരണം പ്രോസഡി ആണ് ഈ പാറ്റേൺസ് ഓഫ് സ്ട്രെസ്, ടോണ്, റൈം, പിച്ച്, ടെമ്പോ അതൊക്കെ നമ്മുടെ സ്പോക്കൺ ലാംഗ്വേജിൽ പഠിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ദാറ്റ് പ്ലേസ് എ വെരി ക്രൂഷ്യൽ റോൾ. നമുക്ക് ഒരു കാര്യം നമുക്ക് രണ്ട് രീതിക്ക് പറയാം. നമ്മൾ സ്ട്രെസ് കൂട്ടി പറയുമ്പോഴും പിച്ച് കൂട്ടി പറയുമ്പോഴും അതിന്റെ ആ ഒരു എൻറ്റയർ മീനിങ് തന്നെ മാറുകയാണ്. കാരണം ഡിഫറെന്റ് എമോഷൻസ് ആൻഡ് ഡിഫറെന്റ് എംഫസൈസസ് നമ്മൾ ഈ സ്ട്രെസ് കൂട്ടുകയും കുറയ്ക്കുകയും അല്ലെങ്കിൽ പിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ആ ഒരു എൻറ്റയർ മീനിങ് തന്നെ മാറിപ്പോകുന്നുണ്ട്. നമുക്ക് ഒരാളുടെ അടുത്ത് ഷട്ട് ദ ഡോർ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു ഷട്ട് എന്ന് പറയുന്ന ഒരു വേർഡിൽ നമ്മൾ സ്പെസിഫിക്കലി നമ്മൾ ഊന്നി പറയുമ്പോൾ ഇറ്റ് ഷോസ് ദാറ്റ് യു ആർ arrogant, യു ഹാവ് ടു ഡു ഇറ്റ് റൈറ്റ് നൗ. മറ്റേ നമുക്ക് പതുക്കെ ചെയ്താൽ മതി. ഷട്ട് ദ ഡോർ, ആ ഒരു ക്യാൻ യു പ്ലീസ് എന്നുള്ള ഒരു മൂവ്മെന്റ് വരും. അപ്പൊ ഇതിനെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഇത് വരുന്ന ഒരു ബ്രാഞ്ചാണ് പ്രോസഡി എന്ന് പറയുന്ന ഈ ഒരു ബ്രാഞ്ച്. In a language class, students form groups under the guidance of a teacher and present an advertisement on a topic.
Learning a language in this way is called as collaborative learning. Collaborative learningൽ ടീച്ചറിന്റെ ഒരു ഫെസിലിറ്റേറ്റർ റോൾ ആയിരിക്കും ഉണ്ടാവുക. ടീച്ചറിന്റെ ഒരു ഗൈഡൻസ് എപ്പോഴും അവർക്ക് ഉണ്ടാവും. പക്ഷെ കൊളാബറേറ്റീവ് ഒരു ഗ്രൂപ്പായിട്ട് അവർ വർക്ക് ചെയ്ത് അവർ കാര്യങ്ങളെ കുറിച്ചിട്ട് പ്രാക്ടിക്കൽ ഓറിയന്റഡ് രീതിയിൽ അവർ മനസ്സിലാക്കും. അപ്പോൾ അവരുടെ ഇന്ററാക്ഷനും കോർപ്പറേഷനും അതുപോലെ ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയും ഒരു ബ്രെയിൻ സ്റ്റോമിങ്ങും എല്ലാം അവർക്കിടയിൽ നടക്കും. നമ്മൾ ലാംഗ്വേജ് ടീച്ചേഴ്സ് ആണ് എസ്പെഷ്യലി. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഡിഫറെൻറ്റ് മെത്തേഡ്സിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കണം. അതായത് മെത്തേഡ്സ് ഓഫ് ടീച്ചിങ്, കൊളാബറേറ്റീവ് ലേണിംഗ് ആണെങ്കിലും ഓഡിയോ ലിംഗ്വൽ മെത്തേഡ്സ് ആണെങ്കിലും സിറ്റുവേഷണൽ അപ്രോച്ച് ആണെങ്കിലും അങ്ങനത്തെ അപ്രോച്ചുകളെ കുറിച്ചും മെത്തേഡ്സുകളെ കുറിച്ചും നിങ്ങളൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്ത് കൃത്യമായിട്ട് ഓരോ മെത്തേഡിൻ്റെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഡിഫിക്കൽറ്റിയും എല്ലാം നിങ്ങൾ നോക്കി വെക്കണം. അതായത് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഏരിയ ആണ്. In a language class, a teacher asks a group of students to perform, to act as a purchasers, property sellers, landlords, and tenants, while other students are asked to watch them and enjoy their conversation. This activity is called as role play. ടീച്ചർ അവിടെ സ്പെസിഫിക്കലി കുട്ടികൾക്ക് റോള് കൊടുക്കുകയാണ്. You have to act as a property seller, you have to act as a landlord, and you have to act as a tenant എന്ന് പറഞ്ഞ് കൃത്യമായി അവർക്ക് റോള് കൊടുക്കുകയാണ്. ആൻഡ് അവരുടെ അടുത്ത് നാച്ചുറലി ഇന്ററാക്ട് ചെയ്യാൻ പറയാം. അപ്പൊ നാച്ചുറൽ കോൺവെർസേഷനിലൂടെ ദേ ആർ യൂസിങ് ദ ലാംഗ്വേജ് ഓൺ ദ റിയൽ ലൈഫ് സിറ്റുവേഷൻസ്. അപ്പൊ അവരുടെ സ്പീക്കിങ്ങും ലിസണിങ് സ്കില്ലും കൂടും. അതേസമയം മറ്റു കുട്ടികളുടെ അടുത്ത് പറയാണ് യു ഹാവ് ടു ഒബ്സർവ് ദർ കോൺവെർസേഷൻ. അപ്പോൾ ടിപ്പിക്കലി റോൾ പ്ലേ ലാംഗ്വേജ് ലേണിംഗ് മെത്തേഡിലാണ് ഈ ഒരു ഇത് വരുന്നത്. ഒരാൾ കോൺവെർസേഷൻ ചെയ്യുക, ഒരാൾ ഒബ്സർവ് ചെയ്യുക. അപ്പോൾ അവർ എങ്ങനെയാണ് റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അവർക്ക് ഈ ലാംഗ്വേജ് യൂസ് ചെയ്യാൻ പറ്റുക അതിനെക്കുറിച്ച് അവർ കൃത്യമായിട്ട് പഠിക്കുന്നതായിരിക്കും. Which skill of language is known as a receptive skill? ലാംഗ്വേജിനെ സംബന്ധിച്ച് റെസിപ്റ്റീവ് സ്കിൽ കുറച്ചും കൂടെ പാസീവ് ആയിട്ടുള്ള സ്കിൽ എന്നറിയപ്പെടുന്നത് ലിസണിങ്ങും റീഡിങ്ങുമാണ്. അവിടെ ഒരു ഇപ്പോൾ ലാംഗ്വേജ് സ്കിൽസ് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും റെസിപ്റ്റീവ് സ്കിൽസ് എന്നും പ്രൊഡക്റ്റീവ് സ്കിൽസ് എന്നും. റെസിപ്റ്റീവ് സ്കിൽസിൽ ലേണർ അല്ലെങ്കിൽ സ്പീക്കർ പറയുന്ന കാര്യങ്ങളെ റിസീവ് ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മൾ കേട്ട് മനസ്സിലാക്കാം, വായിച്ച് മനസ്സിലാക്കാം. അവിടെ പ്രത്യേകിച്ച് ഒരു കാര്യം പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, ആക്റ്റീവായിട്ട് മാറുന്നില്ല, പാസീവ് ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് റിസെപ്റ്റീവ് സ്കിൽസ് ഇസ് ഓൾസോ നോൺ ആസ് ദ പാസീവ് സ്കിൽസ്. അത് ലിസണിങ്ങും റീഡിങ്ങുമാണ്. എന്നാൽ പ്രൊഡക്റ്റീവ് സ്കിൽസിൽ ലേണർ ബിക്കം ദ പ്രൊഡ്യൂസേഴ്സ് ഓഫ് ലാംഗ്വേജ്. അവിടെ സംസാരിക്കുമ്പോഴും കാര്യങ്ങൾ എഴുതുകയും ചെയ്യുമ്പോൾ ദേ ആർ നോട്ട് ജസ്റ്റ് ലിസണിങ്, ദേ ആർ നോട്ട് ജസ്റ്റ് റീഡിങ് സംതിങ്, ദേ ആർ പ്രൊഡ്യൂസിങ് ലാംഗ്വേജ്. അവിടെ അവർ ആക്റ്റീവ് റോളിലേക്ക് മാറുകയാണ്. അപ്പോൾ റെസിപ്റ്റീവ് സ്കിൽസിൽ പാസീവ് റോളും പ്രൊഡക്റ്റീവ് സ്കിൽസിൽ ആക്റ്റീവ് റോളുമാണ് ഉള്ളത്. ആൻഡ് ലിസണിങ് ഇൻവോൾവ്സ് ദാറ്റ് recognizing sounds and deducing the meaning from it. Listening എന്ന് പറഞ്ഞാൽ കേൾക്കുക മാത്രമല്ല. അതായത് ലിസണിങ് ഇസ് സംതിങ് ഡിഫറെന്റ് ഫ്രം ഹിയറിംഗ്. ഹിയറിംഗ് എന്ന് വെച്ചാൽ നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. നമുക്ക് ചെവിക്ക് കേൾവി ശക്തി ഉള്ളത് കൊണ്ട് നമ്മൾ ധാരാളമായിട്ട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അത് ലിസണിങ് ആവുന്നില്ല. നിങ്ങൾക്ക് കേട്ട ശബ്ദങ്ങളെ തിരിച്ചറിഞ്ഞ് കാര്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് അവിടെ ലിസണിങ് സംഭവിക്കുന്നത്. അണ്ടർസ്റ്റാൻഡിങ് ദ വേർഡ്സ്, ദ സെന്റൻസസ്, ആൻഡ് യു ഹാവ് ടു ഇന്റർപ്രറ്റ് ദ മീനിങ് ഫ്രം ദ കോണ്ടെക്സ്റ്റ്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ കേട്ട സൗണ്ടുകളെ ഫൊണീംസ് ആയിട്ടും സ്ട്രെസ് ചെയ്തിട്ടും അതിന്റെ ഇൻറ്റോണേഷൻ മനസ്സിലാക്കിയും നിങ്ങൾ ആ ഒരു അർത്ഥം മനസ്സിലാക്കുമ്പോഴാണ് ലിസണിങ് സംഭവിക്കുന്നത്. സോ ലിസണിങ് ഇസ് നോട്ട് ജസ്റ്റ് ഹിയറിംഗ്. ഹിയറിംഗ് ഇസ് എ പാസീവ് പ്രോസസ്, ലിസണിങ് ഇസ് എൻ ആക്റ്റീവ് പ്രോസസ്. ഓക്കെ, അടുത്തതും ഇതുപോലെ തന്നെയുള്ള ഒരു നമ്മുടെ ലാംഗ്വേജ് ടീച്ചിങ് മെത്തേഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള കോണ്ടെക്സ്റ്റുകളിൽ നിങ്ങൾ എങ്ങനെ അത് യൂസ് ചെയ്യുന്നു. ആൻഡ് ഡിറക്റ്റ് മെത്തേഡ് ആണെങ്കിൽ നിങ്ങൾ ഡയറക്ട്ലി സെക്കൻഡ് ലാംഗ്വേജ് യൂസ് ചെയ്ത് എങ്ങനെ പഠിക്കുന്നു. ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡ് ആണെങ്കിൽ ഡിറക്റ്റ് മെത്തേഡിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഗ്രാമർ ഇസ് ടോട്ട് ഇൻഡക്റ്റീവ്ലി. ആൻഡ് ഗ്രാമർ ട്രാൻസ്ലേഷൻ മെത്തേഡിലാണെങ്കിൽ എന്താണ് നമ്മൾ ആദ്യം പറഞ്ഞു, ഒരു ലിറ്ററൽ ടെക്സ്റ്റിന്റെ ട്രാൻസ്ലേഷനാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. വെസ്റ്റ് ന്യൂ മെത്തേഡ് ആണെങ്കിൽ അതൊരു സൈലന്റ് റീഡിങ് മെത്തേഡാണ് വെസ്റ്റ് ന്യൂ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ 1 ഇസ് ദ റൈറ്റ് ആൻസർ. നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഉറപ്പായിട്ട് മെത്തേഡ്സ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ് അതിന്റെ പ്രാക്ടിക്കൽ സൈഡും അതിന്റെ ഡിഫിക്കൽട്ടീസ്, അതിന്റെ പോസിറ്റീവ്സ് നെഗറ്റീവ്സ് ഒക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകണം. അങ്ങനെയാണെങ്കിൽ ഇറ്റ്സ് മോർ ഈസി ടു ക്രാക്ക് ദിസ് എക്സാം.
ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒരിക്കലും ഇങ്ങനെ തന്നെ ചോദിക്കും എന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഇതേ ടൈപ്പിൽ, ഇതേ ഏരിയാസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ കൊണ്ടുപോകുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. താങ്ക് യു.